നമസ്കാരം. കേരളത്തിലെ മാധ്യമങ്ങളുടെ ആ ആവേശം ഉണർന്നല്ലോ. കഴിഞ്ഞ 2 ദിവസമായി ഇത് എങ്ങും കാണാനില്ലായിരുന്നു. വേടൻ എന്ന റാപ്പറിനെതിരെ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ ഒരു പീഡന ആരോപണം വരുന്നു. ആ ആരോപണം ശരിയാണോ തെറ്റാന്നൊക്കെ അന്വേഷണത്തിൽ തെളിയട്ടെ. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു ഇരട്ടത്താപ്പ് അതിൽ നിന്ന് കാണണം. അവരുടെ മനോഭാവങ്ങൾ കൂടി നാട് മനസ്സിലാക്കേണ്ട സന്ദർഭമാണ്. ഏതാനും ദിവസമായി നമ്മുടെ നാട്ടിൽ നടന്ന ചർച്ചയായിരുന്നു ചാനൽ അവിഹിത ബന്ധവും ഗർഭവും ഒപ്പം ഒരു മാങ്ങാണ്ടി കിളിർത്ത കഥ. ആ നേതാവിന് കിട്ടിയ പരിരക്ഷ ഒന്ന് ആലോചിക്കലേ. ആ നേതാവുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കണമെന്ന് DGPക്ക് AH ഹഫീസ് എന്ന കേരള കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തിട്ട് പോലും വാർത്തയേ ആയില്ല. പക്ഷേ ഇന്നിപ്പോ ഒരു വാർത്ത പൊടുന്നനെ പുറത്തേക്ക് വരികയാണ്. ആവേശ കമ്മിറ്റിക്കാർ, ആഘോഷ കമ്മിറ്റിക്കാരെല്ലാം സടകുടഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞു. അവിടെയാണ് നമ്മുടെ നാട്ടിലെ സവർണ പ്രിവിലേജ് എന്താണെന്ന് നാട് മനസ്സിലാക്കേണ്ടത്. റാപ്പ് ഗായകൻ വേടനെതിരെ ബലാത്സംഗ കേസ്. കോട്ടയം സ്വദേശിനിയുടെ പരാതിയിലാണ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ള നടപടി തുടങ്ങി. വാർത്ത ഇതായിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് റാപ്പർ വേടൻ ഒരു യുവ ഡോക്ടറെ പീഡിപ്പിച്ചു. 2 വർഷം മുന്നേയുള്ള കേസാണ്. അതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. ഇരയാക്കപ്പെട്ട സ്ത്രീ അങ്ങനെ ദുരനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ആ സ്ത്രീ അവിടെ മാറ്റി നിൽക്കാം. പക്ഷെ മനോഭാവങ്ങൾ രണ്ടും ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിങ്ങൾ ഒന്ന് ആലോചിക്കുക. കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ചെല്ലുകയാണ്. അതൊരു പീഡന പരാതിയാണ്. കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഒരു മാധ്യമ റിപ്പോർട്ടർ ഉണ്ടാകില്ലല്ലോ. ഉണ്ടാകുമോ? ഉണ്ടാകാറേയില്ല. പക്ഷേ പരാതി വരുന്നു. പരാതി വന്ന ഉടനെ അത് ശരവേഗത്തിൽ മാധ്യമങ്ങളിലേക്ക് എത്തുന്നു. മാധ്യമങ്ങൾ ഒന്നടങ്കം അത് ലൈവ് ആകുന്നു, ചർച്ചയാകുന്നു. ആ വിഷയം ആഘോഷമായി മാറുന്നു. അതിനു പിന്നാലെ ഇന്നലെ വരെ ആ മാങ്ങാണ്ടി ഗർഭത്തെക്കുറിച്ച് പുറത്തു വന്നപ്പോൾ വായ് തുറക്കാതിരുന്ന പല പണിക്കർമാർ വരെ ഉടനടി ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തേക്ക് വരികയാണ്. നോക്കിയേ, ശ്രീജിത്ത് പണിക്കർ എന്നുള്ളൊരു വ്യക്തി കഴിഞ്ഞ 2 ദിവസമായിട്ടോ കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് ഈ സമൂഹത്തിൽ നടന്ന ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടേയില്ല. അതൊരു സവർണതയുടെ സംരക്ഷണമാണെന്ന് പറയല്ലേ. മറ്റൊരു യുവ MLA ആയിട്ടുള്ള സവർണനെ ഈ ഒരു നിരീക്ഷക സവർണൻ സംരക്ഷിച്ചതാണെന്നൊന്നും പറയരുത്. വിയർപ്പ് തുപ്പിയിട്ട കുപ്പായമാണത്രേ. എങ്ങനെയും ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി തകർക്കാൻ വേണ്ടി ഇവർ കാത്തിരിക്കുന്നത് എങ്ങനെയെന്നും അതിനുവേണ്ടി ഒരു വിഷയം ഇപ്പൊ പൊടുന്നനെ ഒരു വിഷയം പുറത്തേക്ക് വരികയാണ്. അത് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാക്കാം, ചിലരെ രക്ഷിക്കാനാണോ എന്നുള്ള കാര്യം. പിന്നെ ഈ സവർണതകൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ പറയുന്ന വേടനെതിരെ പലതരത്തിലുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കി. അതായത് ആലോചിച്ചാൽ മതി. നേരത്തെ അദ്ദേഹം ഫ്ളാറ്റിൽ ലഹരി ഉപയോഗിച്ചു എന്നൊരു കേസ്. ആ കേസ് പോയ ഒരു പോക്ക് നോക്കണേ. അവിടെ അദ്ദേഹം സുഹൃത്തിന്റെ ഫ്ളാറ്റിലേക്ക് പോകുന്നു. അവിടെ 9 ഗ്രാം കഞ്ചാവ് ഉണ്ടെന്ന് പറയുന്നു. അതും സ്വന്തം കയ്യിലല്ല, ആ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന സുഹൃത്തിന്റെ കയ്യിൽ. അതിന്റെ പേരിൽ ഉടനടി വേടൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കൊണ്ടുപോയ ഉടനെ എക്സൈസ് വനം വകുപ്പിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ്. കഴുത്തി കിടക്കുന്നത് പുലിപ്പല്ലാണോ എന്നുള്ള സംശയം ഉണ്ടാകുന്നു. അങ്ങനെ ഈ നാട്ടിലെ സവർണ കോമരങ്ങൾ കുത്തി നിറയ്ക്കപ്പെട്ട ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കിടയിലെ ആ ശരവേഗത്തിലുള്ള നീക്കവും നമ്മൾ കാണാതെ പോകരുത്. അവിടെയാണ് ഇപ്പോ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടത്. ഏത് പീഡന വിഷയം നമ്മുടെ നാട്ടിലെ കോൺഗ്രസുകാർക്കെതിരെ ഉയർന്നു വന്നാൽ അതിനെതിരെ ഇടതുപക്ഷക്കാർ ആ വിഷയം സംസാരിച്ചു തുടങ്ങിയാൽ സ്ഥിരം ഒരു നമ്പർ ഉണ്ട്. സന്ദേശ സിനിമയിലെ ശങ്കരാടി നമ്പർ. നടൻ ശ്രീനിവാസൻ എന്ന സംഘിയും സംവിധായകനായിട്ടുള്ള സത്യനന്ദിക്കാട് എന്ന ഹാഫ് സംഘി പ്ലസ് ഹാഫ് കൊങ്ങിയായിട്ടുള്ള ആ 2 മഹാന്മാരുടെ ഇടതുവിരുദ്ധ കാഴ്ചപ്പാടിൽ നിന്നുണ്ടായ ഒരു വാചകമാണ്. അതായത് ഈ നാട്ടിൽ കൊള്ളാവുന്നുള്ള ചെറുപ്പക്കാർ, അതായത് ഇവർ രണ്ടുപേരുടെയും മനോഭാവവും ആ കൊള്ളാവുന്നുള്ള ചെറുപ്പക്കാർ അതെന്താണ് അർത്ഥം വയ്ക്കുന്നതെന്ന് നാട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ശ്രീനിവാസൻ എന്ന സംഘി മനസ്കൻ എഴുതിയ ആ തിരക്കഥയിൽ കൊള്ളാവുന്നുള്ള തറവാടിലുള്ളവർ രാഷ്ട്രീയ രംഗത്തേക്ക് വരണമെന്ന മനോഭാവമുള്ള സംവിധായകൻ കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആരായിരിക്കും ഈ കൊള്ളാവുന്നുള്ള ചെറുപ്പക്കാർ, രാഷ്ട്രീയത്തിൽ വരേണ്ടവർ അവരാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമയിൽ തന്നെ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ജയറാമിനെ പോലുള്ള സവർണരായിട്ടുള്ള കൊള്ളാവുന്നുള്ള, എങ്ങനെ കാണാൻ നല്ല വെളുത്ത രൂപം വേണം, സുന്ദരനായിരിക്കണം, അങ്ങനെ തറവാട്ട് മഹിമയുള്ള ചെറുപ്പക്കാർ അവർ സാധാരണഗതിയിൽ വരാറുള്ളത് ഏത് പാർട്ടിയിലാണ്? അത് കോൺഗ്രസിലും ഒപ്പം BJPയിലും. മറ്റത് തൊഴിലാളി പാർട്ടിയാണല്ലോ. കൊള്ളാവുന്നുള്ള ഒരുത്തനും ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഈ തൊഴിലാളി പാർട്ടിയിൽ ഉള്ളവൻ ഈ കൊള്ളാവുന്നുള്ളവരെ എന്താക്കി മാറ്റുമെന്നാണ് ഇവർ പറയുന്നത്? പെണ്ണ് കേസിൽപ്പെടുത്തുമെന്ന്. യഥാർത്ഥത്തിൽ ആരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഞരമ്പന്മാർ? പണ്ട് കാലഘട്ടം തൊട്ട് നിങ്ങൾ എടുക്കും, ഒരു കുടുംബത്തിൽ പോയിട്ട് അനിയത്തിയെയും ചേട്ടത്തെയും കല്യാണം കഴിക്കുന്ന ആ വിശാരദന്മാർ, അവിടെ സംബന്ധം കൂടി പിതാവില്ലാത്ത കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നവർ, ഇവരെല്ലാം മഹാന്മാരാണ്. അവരുടെ പെണ്ണ് കേസെല്ലാം വിശുദ്ധമാണ്. പിന്നെ ഇവർ അന്നത്തെ കാലഘട്ടം തൊട്ട് ഇവിടത്തെ എല്ലാ മാധ്യമങ്ങൾ, അത് സിനിമ ആയിക്കോട്ടെ,
പാട്ടുകളായിക്കോട്ടെ, എഴുതാൻ പറ്റുന്ന ഈ നോവലുകളോ കഥകളോ എല്ലാത്തിലും ഈ പറയുന്ന തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവരാണ് മോശക്കാർ, അവരാണ് പീഡന വിദഗ്ധർ അത്രേ. വീട് വീടാന്തരം കയറി ഇറങ്ങി രാഖി രാമായണം പലയിടത്തും ചെറ്റപൊക്കാൻ നടന്നവന്മാരെല്ലാം മഹാന്മാർ. അങ്ങനെയുള്ള മനോഭാവത്തിന്റെ പിന്തലമുറക്കാർ എഴുതി വെച്ച ഒരു ഡയലോഗ് വെച്ചിട്ട് ഈ നാട്ടിലെ തൊഴിലാളികളെല്ലാം, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യരെല്ലാരും, അവരെല്ലാരും ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരുടെ പേരിൽ ഗർഭം ആരോപിക്കും അത്രേ. നല്ല വിദഗ്ധ തന്ത്രമായിരുന്നു അതൊക്കെ. ഇന്നിപ്പോ അവരുടെ തറവാട്ടിലെ കോലായിൽ കൊണ്ടുവച്ചാൽ മതി എന്നേ പറയാനുള്ളൂ. അതിനെയൊക്കെ ഇഴകീറി പരിശോധിക്കാൻ ശേഷിയുള്ളതാണ് ഇന്നത്തെ തലമുറ എന്ന് മനസ്സിലായിക്കോളൂ. എന്തായാലും വേടൻ എന്ന വ്യക്തിക്കെതിരെ ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്ന ഒരു സംഭവം ഇത് ആദ്യമായിട്ട് വന്നതാണോ? കഴിഞ്ഞ കുറെ കാലമായിട്ട് സംഘപരിവാറിന്റെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ്. അവരെ ഇപ്പോ ഈ ശങ്കരാടി ഡയലോഗ് തിരിച്ചു പറയാൻ പറ്റുമോ എന്ന് ചോദിക്കരുത്. അത് തൊഴിലാളി പാർട്ടിക്ക് കഴിയുള്ളൂ. ഒരു സംഘപരിവാറുകാരനും ഒരു ഹാഫ് കോൺഗ്രസ് പ്ലസ് സംഘപരിവാറുകാരനുമായിട്ടുള്ള വ്യക്തികൾ ചേർന്നുണ്ടാക്കിയ ഒരു കഥ എല്ലാ കാലത്തും തൊഴിലാളി വിഭാഗങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി അവർ അങ്ങ് പുറത്തേക്ക് വിടും. അവർ മാത്രം ഗുണ്ടകൾ. ഇവർ ചെയ്യുന്ന ഗുണ്ടാ പ്രവർത്തനം അത് കുലഗുണ്ടയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അവർ ചെയ്യുന്ന പീഡനം കുലപീഡനമാണ്. അതൊക്കെ നാട്ടു നടപ്പെന്ന് കരുതിക്കൊള്ളണം. ആ നിലയ്ക്ക് വേടനെതിരെ ഇപ്പോ സംഘടിതമായി ഒരുമിച്ച് ഇറങ്ങി നിന്ന് ഈ രീതിയിൽ ഒരു പീഡനം ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തെ ഒരു ഗർഭമുണ്ടായതിനെ സംബന്ധിച്ച് ഒരു സവർണ യുവജന നേതാവിനെ കുറിച്ചുള്ള വാർത്തകൾ വരാതെ ചവിട്ടിപ്പിടിച്ചവർ ഇതിപ്പോ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ നാട്ടിൽ മാധ്യമങ്ങൾക്കുള്ളിലെ ഇരട്ടത്താപ്പും അതിനകത്ത് പണിയെടുക്കുന്നവരുടെ മനോഭാവമാണ് നാട് കാണേണ്ടത്. ഇത് മാത്രമാണ് അവരുടെ മനോഭാവം. ചിലയിടങ്ങളിൽ സംരക്ഷണം കൊടുക്കും, മറ്റ് ചിലയിടങ്ങളിലെ അവരുടെ ആവേശം, അതായത് ആരാണോ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നത് പിന്നോക്കക്കാരാണെങ്കിൽ അവരെ എങ്ങനെയൊക്കെ ഇല്ലായ്മ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങ് മാധ്യമ ആഘോഷമായി ആ വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ എങ്ങനെയാണ് വിചാരണ നടത്തുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്.